150 കിലോ വാട്ടിൻ്റെ പ്ലാന്റിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 273 പാനലുകൾ വരും. 2 റോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങ് വരെ പാനലാണ്. ഓരോ സെക്ഷൻ ഓരോ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈബർ ടൈപ്പ് മെറ്റീരിയലാണ്. FRP എന്നാണ് എന്തോ പറയും. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ വെക്കാൻ നമുക്ക് ഇതുള്ളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ രീതി സെറ്റ് ചെയ്തേക്കുന്നത്. അതും വാക്വയും എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ലൈറ്റ്നിങ്ങിനാണ് കൊടുത്തേക്കുന്നത്. ഒരു പട്ട അടിച്ചിട്ട് അതിൽ നിന്ന് കോപ്പർ ഒരു ഇത് വെച്ചേക്കുവാണ്. കുറേ സ്പൈക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം 10-12 സ്പൈക്ക് ഇവിടുന്ന് അങ്ങ് വരെ വെച്ചിട്ടുണ്ട് ലൈറ്റ്നിങ്ങിനും. പിന്നെ അതിനൂടെ ആയിട്ട് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ലൈനും ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് പാനൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് വാട്ടർ ലൈനും കൂടെ സെറ്റ് ചെയ്തേക്കുവാണ്. ഇവിടെ നിന്നെല്ലാം കൂടെ കണക്ഷൻ DC ലൈൻ നേരെ വന്നിട്ട് താഴെ നമ്മൾ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇൻവെർട്ടറൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് പൈപ്പിൽ കൂടെ വന്ന് നേരെ ഇൻവെർട്ടർ റൂമിലോട്ടാണ് ചെല്ലുന്നത്. ഇതാണ് ഇൻവെർട്ടർ റൂം. മൊത്തം ഷീറ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തതാണ്. 2 ഇൻവെർട്ടറാണ് വരുന്നത് കേട്ടോ. 2 ഇൻവെർട്ടർ. നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് ഗുഡ്വിയുടെ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ പോവാണ്. ആദ്യം ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ DC സൈഡ് വേണം ആദ്യം ഓൺ ചെയ്യാൻ. അതിനായിട്ട് നമ്മൾ DCയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഫ്യൂസ് ഇതെല്ലാം ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. 6 സ്ക്രൂ ഇതാണ്. പല ടൈപ്പുണ്ട്, പല സൈസിൽ DC ബോക്സ് ഉണ്ട്. ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് വലിയ ഇത് വരുന്നത്, അല്ലെങ്കിൽ ചെറിയ ബോക്സാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഓരോ സെക്ഷൻ ഫ്യൂസ് എല്ലാം നമ്മൾ ഊരിയിട്ടേക്കുവാണ്. എന്തെങ്കിലും ചെറിയ ലൂസ് ആണെങ്കിലും സാധനം ഇതെല്ലാം കത്തിപ്പോകാൻ ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടേക്കാണ് ഫ്യൂസ് എല്ലാം. അങ്ങനെ ഇതെല്ലാം വന്ന് നേരെ ഇൻവെർട്ടറിലാണ് കയറുന്നത്. ഇത് ഗുഡ്വിയുടെ 100 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. വലിയ സംഭവമാണ് കേട്ടോ, വലിയ ഇൻവെർട്ടറാണ് 100 കിലോ വാട്ടിൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എത്ര ആണെന്നും എത്ര MPPT എത്ര ഇതാണെന്നും അതിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. DC ബോക്സിൽ നിന്ന് നേരെ ഒരു സ്ട്രിങ് ആയിട്ട് വന്ന് നമ്മളെ ഇൻവെർട്ടർ ഈ DC സൈഡിൽ കയറും. എന്നിട്ട് അതിൽ നിന്ന് ഒരു AC കേബിൾ വഴി AC ഔട്ടായിട്ട് നേരെ ഈ പാനലിൽ വരും. ഇത് അടുത്ത ഇൻവെർട്ടറാണ്. നമ്മളിവിടെ 150ൻ്റെ പ്ലാനാണ്. ഇത് നേരത്തെ കാണിച്ച 100ൻ്റെയും ഇത് 50ൻ്റെ ഇൻവെർട്ടറാണ്. അവിടെയും ഒരു DC ബോക്സും അതിൽ നിന്ന് നേരെ ഇൻവെർട്ടറിലാക്കും. ഇതിനൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു 100 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറിൽ അതിന് ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ വൈഫൈ ഇത് വഴിച്ച് തന്നെ മോണിറ്റർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട് AC ഔട്ട് നേരെ വന്നിട്ട് ഈ പാനലിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇട്ടിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഫ്യൂസ് എല്ലാം ഒന്ന് ഇടുക. ഒന്നും ലൂസായിരിക്കരുത്, ഇതെല്ലാം നല്ല ടൈറ്റാക്കി ഇരിക്കണം. കാരണം ഹൈ വോൾട്ടേജ് ആണ്. ഓൾമോസ്റ്റ് 600-700 ഓരോ ഇൻവെർട്ടറിന് ഓരോ വോൾട്ടേജ് റേഞ്ചാണ്. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് ചെറിയ ഇതായാലും DC ആയിട്ട് സ്പാർക്ക് ചെയ്ത് നല്ല രീതിയിൽ കത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആദ്യം ഓരോന്നോരോന്ന് ഓൺ ചെയ്യുക. ഓക്കെ, അത് ആദ്യത്തെ ഒരു ബോക്സും രണ്ടാമത്തെ ബോക്സും ഇത് ഓൺ ചെയ്തു. ഇതിന് കഴിഞ്ഞിട്ട് ഇൻവെർട്ടറിൻ്റെ താഴെ ഒരു റെഗുലേറ്റർ കണക്ക് സ്വിച്ച് ഉണ്ട്. ചിലതിന് 1 വരും, ചിലതിന് 2 വരും. ഇത് വലിയ 100ൻ്റെ ആയതുകൊണ്ടാണ് 2 വരുന്നത്. അതും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഓൺ ചെയ്യുക. അത് ഇത്രയും ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻവെർട്ടർ ജസ്റ്റ് പവർ അപ്പ് ചെയ്യും. പ്രൊട്ടക്ഷൻ ആവത്തില്ല, ജസ്റ്റ് വന്നിട്ട് വാർണിംഗ് കാണിച്ചിരിക്കും. വാർണിംഗ് കാണിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ AC സിഗ്നൽ AC വോൾട്ടേജ് വരാത്തതുകൊണ്ട്. ഓക്കെ, AC-യിൽ ഇപ്പം 3 ഫേസ് എല്ലാ ഇൻവെർട്ടർ 3 ഫേസ് ഇൻവെർട്ടറിൽ ഒരു ഫേസ് ഇല്ലെങ്കിലും ഇത് അലേർട്ടായിട്ട് കാണിച്ചിരിക്കും. നമുക്കിതിൻ്റെ അടുത്ത 50 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ അതിൻ്റെ അകത്തെയും DC ഫ്യൂസ് എല്ലാം ഇടാം. എന്നിട്ട് DC എല്ലാ സിഗ്നൽ ഓൺ ചെയ്യാം നമുക്ക്. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം. ഓക്കെ, അത് ഓൺ ചെയ്ത് നമുക്ക് ഇൻവെർട്ടറിൻ്റെ താഴത്തുള്ള DC സ്വിച്ചും ഓൺ ചെയ്യാം. ഇതിനും 2 സ്വിച്ചാണ് വരുന്നത്. ഓക്കെ, ഇത്ര ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെർട്ടറിൽ പവർ വന്ന് DC-യിലാണ് ഇൻവെർട്ടറിൽ ഓൾമോസ്റ്റ് എല്ലാം ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിന് വേണ്ട പവറെല്ലാം അതിൽ നിന്ന് കിട്ടി അത് വർക്കായി തുടങ്ങും. ആദ്യമേ ഫോൾട്ട് കാണിച്ച് കിടക്കും. AC ലൈൻ ഇല്ലാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ സെയിം ആസ് ലൈക്ക് നമ്മൾ കറണ്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു സെറ്റപ്പാണ്. നമുക്കിനി AC ഓൺ ചെയ്യാം. മെയിൻ ഇതാണ്. ഇത് ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഇൻവെർട്ടറിന് AC ഉള്ള ബ്രേക്കറാണത്. ഓക്കെ, അത് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻവെർട്ടറിലൊരു ഓൾമോസ്റ്റ് 60 സെക്കൻഡ്സ് എടുക്കും അന്ന് ഇൻവെർട്ടർ ഓൺ ആവാൻ.
ഇപ്പോൾ കറണ്ട് പോയിട്ട് വന്നാലും ഒരു 60 സെക്കൻഡ്സ് എടുക്കും. ഇതാണ് നമ്മളെ സോളാർ മീറ്റർ. അവിടെയും ഒരു സ്വിച്ച് ഇതുണ്ട് ഓൺ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൺ ചെയ്തിട്ടുള്ള ഒരിതാണ്. അപ്പോൾ AC ഫുൾ പവർ ആയിട്ടുണ്ട്. AC ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒരു 60 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇൻവെർട്ടർ ഓണായി തുടങ്ങും. ഓക്കെ, അതാണ്ട് ഇത് 50 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇപ്പോൾ ഏകദേശം 32 കിലോ വാട്ട് പ്രൊഡക്ഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മറ്റേതിൻ്റെ അകത്ത് ഏകദേശം ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ ഒരു 70-80 കിലോ വാട്ട് റേഞ്ച് പ്രൊഡക്ഷൻ അതിൻ്റെ അകത്തും വന്നുണ്ട്. അത് വേരി ചെയ്തിരിക്കും, സൂര്യപ്രകാശവും ഇതും സമയവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഓണായി കഴിയുമ്പോൾ ഭയങ്കര നല്ല ശബ്ദമാണ് കേട്ടോ. ഫുൾ ഫാൻ്റെയും ഇതിൻ്റെയും വെച്ചാൽ അത്രയും ടെമ്പറേച്ചറും നല്ലൊരു രീതിയിൽ ഇതാവും. അപ്പം അത് കൂളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കൂളിങ് ഫാനും എല്ലാം സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ഇതിലും കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. എല്ലാ സ്ട്രിങ്ങിലും ആംപിയർ ഉണ്ടോ എന്ന് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം മിസ്സാവുന്നുണ്ടോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 11 ആംപിയർ എല്ലാത്തിലും ഇട്ടങ്ങ് നോക്കുക. എന്തിനാ പറയുക, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും ആകുമ്പോഴത്തേക്കും ഏകദേശം അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്ട്രിങ് ഇല്ലെങ്കിൽ അറിയാൻ പറ്റും. ചിലപ്പോൾ ഫ്യൂസായിരിക്കുന്നതോ എവിടെയെങ്കിലും സോക്കറ്റ് ലൂസായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ട്രിങ്ങും നോക്കുക. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. ഇത് DC പാനൽ എങ്ങനെ കണക്ഷൻ വരുന്നത് നോക്കാം. ഇതിപ്പോൾ നേരെ പാനലിൽ നിന്ന് നേരെ വന്നിട്ട് നമ്മളെ ഫ്യൂസിലാണ് വന്ന് ആദ്യമേ കയറുന്നത്. ഫ്യൂസിൽ നിന്ന് നേരെ നമ്മളെ സർജ് പ്രൊട്ടക്ഷൻ, അതിൽ നിന്ന് അത് എർത്തിങ് എന്തെങ്കിലും ലൈറ്റിങ് എന്തെങ്കിലും ചെറിയ ഹൈ വോൾട്ടേജ് സ്പൈക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ അത് എർത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നേരെ പിന്നെ എൻ്റെ ഒരു ഐസൊലേറ്റർ കണക്കൊരു സ്വിച്ച് ഒരു ബ്രേക്കർ ഇതുമാണ്. അതിൽ നിന്ന് നേരെ ഒരു കണക്ടർ ഇതിൽ വന്നിട്ട് അതിൽ നിന്ന് പാരലൽ കണക്ടർ വന്നിട്ട് നേരെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ സ്ട്രിങ്ങിലൊരോന്നിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കണക്ഷൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള എല്ലാത്തിലുമുള്ള കണക്ഷൻസ്. കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് ഓരോ സ്ട്രിങ്ങും ഓരോ ഇതും കൂടിക്കൊണ്ടിരിക്കും. അത് ഇൻവെർട്ടർ അത് 100-ൻ്റെത്, ഇത് 50-യുടെ ഇൻവെർട്ടറുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.